ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാറാസ് കിച്ചൺ. എല്ലാവർക്കും ചോറിനൊപ്പം കഴിക്കാൻ ഇഷ്ടമുള്ളതാണല്ലോ ഫിഷ് ഫ്രൈ. നമുക്കിവിടെ ഒരു അടിപൊളി ഫിഷ് ഫ്രൈ ഉണ്ടാക്കി നോക്കാം. ഇതിനു വേണ്ടിയുള്ള മസാലക്കൂട്ട് ആദ്യമായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും, പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും, പിന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ വരെ ചില്ലി ഫ്ലേക്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വരെ ചെറുനാരങ്ങ നീരും. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച ഫിഷ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കഴുകി വെച്ച ഫിഷ് എടുക്കുകയാണ്. ഞാനിവിടെ എടുത്തത് ആവോലിയാണ്, 4 പീസ് ഉണ്ട്. ഇതിലേക്ക് ഈ മസാല ഒന്ന് നന്നായി പിടിപ്പിച്ചു കൊടുക്കാം. മസാല നല്ലതുപോലെ ഫിഷിൽ പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് മുതൽ ഒരു 30 മിനിറ്റ് വരെ നമുക്കിതൊന്ന് മറിനേറ്റ് ചെയ്ത് അടിച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഫിഷ് ഇവിടെ ഏകദേശം 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായതിന് ശേഷം ഒരു 3 to 4 ടേബിൾ സ്പൂൺ വരെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 3 വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ വരെ പെരിഞ്ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ നന്നായി ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 4-5 കറി ലീഫിൻ്റെ തണ്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഫിഷ് നിരത്തി വെച്ച് കൊടുക്കാം. ഇതൊരു ഫിഷ് നിരത്തി വെച്ചതിന് ശേഷം ഒരു 4-5 മിനിറ്റ് നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് 4-5 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഇതൊന്നായിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്കൊരു 4-5 മിനിറ്റ് ആയാൽ നമുക്കിവിടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഈ പെരിഞ്ജീരകത്തിൻ്റെയും കറി ലീഫിൻ്റെയും വെളിച്ചെണ്ണൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലാണ് ഈ ഫിഷ് ഫ്രൈക്ക്. നമുക്ക് ചോറിൻ്റെ കൂടെ ഈ ഫിഷ് ഫ്രൈ മാത്രം കൂട്ടി ചോറ് കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളി ഫിഷ് ഫ്രൈ ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. താങ്ക്